എന്റെ വാത്സല്യവാചനങ്ങൾ. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഞാൻ അനന്ത ശക്തിയാണ്. അനന്ത ശക്തിയുടെ അവസ്ഥയിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. എന്റെ മഹത്വീകരണത്തിന്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. എന്റെ സ്വർഗാരോഹണത്തിന്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. ആ ശക്തി, അനന്ത ശക്തിയുടെ ആ വലയം നിങ്ങൾ കുടികൊള്ളുന്ന അറിയുന്നില്ലേ? ഇത് വിശ്വസിക്കുകയും ഇതറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കുകയും ഇത് സ്വീകരിക്കുകയും ഇത് ശുശ്രൂഷ ചെയ്യുകയും. ആമേൻ, ആമേൻ. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് ആത്മീയമായിട്ട് സന്തോഷം, ഒരു പ്രത്യേക സന്തോഷം കർത്താവ് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, hallelujah, thank you Lord, praise you Lord, praise you Jesus, hallelujah, hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആമേൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2634 ഖണ്ഡികയാണ് കേട്ടോ. 2634 ഖണ്ഡികയാണ്. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്നതാണ് അതിൻ്റെ ഹെഡ്ലൈൻ. എല്ലാവരും അതെടുത്തോ. 2634 ഖണ്ഡികയാണ്. അപ്പോൾ അത് ഞാൻ വായിക്കാൻ പോണേ. മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ് എന്ത്? യാചനാ പ്രാർത്ഥനയാണ് എന്ത്? മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ യേശു എങ്ങനെയാണ് പിതാവിനോട് മധ്യസ്ഥം വഹിച്ചത്? മനുഷ്യവംശത്തിന് വേണ്ടി യേശു ക്രിസ്തു മധ്യസ്ഥം വഹിച്ചു അല്ലേ, പിതാവിൻ്റെ മുമ്പിൽ. അതെങ്ങനെയാണ്? അതായത് ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് അല്ലേ. തീർച്ചയായിട്ടും അവൻ പാപങ്ങൾ ഏറ്റെടുത്തു മനുഷ്യവംശത്തിൻ്റെ അല്ലേ. അങ്ങനെയാണ് അവൻ പെസഹ രഹസ്യത്തിലേക്ക് അവൻ കടക്കുന്നത് അവൻ്റെ പരസ്യ ജീവിതത്തിൽ നിന്നും. അപ്പോൾ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മനുഷ്യവംശത്തിനു വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? മാധ്യസ്ഥം വഹിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ആ പ്രാർത്ഥനയോട് നമ്മൾ അനുരൂപരാകുന്നത് എങ്ങനെയാണ്? നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവോ കർത്താവിൻ്റെ മുമ്പിൽ, അപ്പോൾ നമ്മളും യേശുവിനെ പോലെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ഇടനിലക്കാരനായി നിൽക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. മനസ്സിലായോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നിയോഗത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവിനെ പോലെ തന്നെ. പക്ഷേ യേശു ഏറ്റെടുത്തതുപോലെ ഒന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നല്ല, അത് നമ്മൾ ചിന്തിക്കുക വേണ്ട. പക്ഷേ മറ്റൊരു രീതിയിൽ അല്ലേ, നമ്മൾ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അപ്പോൾ ആ അവസ്ഥയോട് നമ്മളും താതാത്മ്യപ്പെടുകയാണ്.
അതാണ് പറഞ്ഞത് യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന അത് യേശുവിൻ്റെ പ്രാർത്ഥനയോട് എന്തു ചെയ്യുന്നു? അനുരൂപപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ ഇടനിലക്കാരൻ. അപ്പോൾ യേശു പ്രത്യേകം മനസ്സിലാക്കണം, യേശു ഇടനിലക്കാരനായി നിന്നതുപോലെ നമുക്ക് പാപങ്ങളെ മനുഷ്യവംശത്തിൻ്റെ ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റില്ല. എന്നാൽ അതിന് വേറൊരു രീതിയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത്. നമുക്കും മറ്റുള്ളവരുടെ തിന്മകളെ ഏറ്റെടുക്കാൻ പറ്റും. ക്രിസ്തു ഏറ്റെടുത്തതുപോലെയല്ല, അതിന് മറ്റൊരു വിധത്തിൽ. അതിനൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ്. അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശിഷ്യ, കണ്ടു, എല്ലാ മനുഷ്യർക്കും വേണ്ടി. അത് കഴിഞ്ഞിട്ട് പറയാണ് വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ. അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത്, കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജയിലിലെ ഒരു തടവുകാരൻ്റെ അടുത്ത് അവൻ കൊലക്കേസിൽ പിടിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരു തടവുകാരനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ജയിലർ വന്നിട്ട് പറയാണ്. അപ്പോൾ അവൻ വിചാരിച്ചു തീർച്ചയായിട്ടും കുറ്റപത്രം ഒക്കെ വായിച്ചു കഴിഞ്ഞ് താൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. എപ്പോൾ വേണമെങ്കിലും വധശിക്ഷയ്ക്ക് വധശിക്ഷ നടത്തിയേക്കാം. അപ്പോൾ ഇവൻ വിചാരിച്ചു, ഈ തടവുകാരൻ എന്ത് വിചാരിച്ചു? എൻ്റെ സമയം അടുത്തു, അങ്ങനെ ഞാനിപ്പോൾ വധിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവൻ ഒരുങ്ങാൻ പോകവേ ഈ ജയിലർ ആ തടവുകാരനോട് പറയാനാണ്, ബറാബാസ് നീ പുറത്തേക്ക് വാ, നിൻ്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു, നിൻ്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശിഷ്യ പ്രത്യേകിച്ച് പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ. അപ്പോൾ ഈ മധ്യസ്ഥം വഹിക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ആ പെസഹ രഹസ്യത്തിലേക്ക് കടന്നതുകൊണ്ടല്ലേ. പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവയിലൂടെ കടന്നു പോയതിന് ശേഷമല്ലേ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ ആ പരിപൂർണതയിലേക്ക് യേശുവിന് വരാൻ പറ്റുക, മനുഷ്യവംശത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ ബറാബാസ് എന്ന ആ യുവാവ്, അപ്പോൾ അവൻ്റെ വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, സാറേ, ജയിലറിനോട് പറയാണ്, സൂപ്രണ്ടിനോട് പറഞ്ഞു, സാറിന് തെറ്റ് പറ്റിയതാണ്, എൻ്റെ കുറ്റപത്രമായിരിക്കില്ല, അല്ലെങ്കിൽ എന്നെ പറ്റിയായിരിക്കില്ല, അത് സാറിന് തെറ്റ് പറ്റി, തീർച്ചയായിട്ടും അത് മറ്റൊരാളായിരിക്കാം, എൻ്റെ വധശിക്ഷ ഒരിക്കലും റദ്ദ് ചെയ്യപ്പെടില്ല. അപ്പോൾ സൂപ്രണ്ട് അല്ലെങ്കിൽ ജയിലർ പറയാണ്, ഇല്ലില്ല, നീ പുറത്തേക്ക് വാ, തീർച്ചയായിട്ടും നിൻ്റെ വധശിക്ഷ തന്നെയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം, നീ പുറത്തേക്ക് വാ. അങ്ങനെ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. എന്നിട്ട് ആ ഗാഗുൽത്തയിലെ ആ മലയിലേക്ക് കൈ ചൂണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥൻ പറയാണ്, നീ ആ കുരിശിൽ കിടക്കുന്ന ആ 3 കുരിശ് കണ്ടോ? ആ 3 കുരിശിലെ ഒരു കുരിശിലാണ് നിന്നെയും വധിക്കാനിരുന്നത്, നിന്നെയും തൂക്കാനിരുന്നത്. പക്ഷേ ആ വധിക്കാനിരുന്ന ആ കുരിശിൽ മറ്റൊരാൾ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് യേശുക്രിസ്തു, നസ്രായനായ യേശുക്രിസ്തു. അവൻ നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയും അല്ലെങ്കിൽ നിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനാൽ നിൻ്റെ ശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ ബറാബാസിൻ്റെ അവസ്ഥ എന്തായിരിക്കണമെന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾക്കൊന്ന് ചിന്തിക്കാമോ നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ അവസ്ഥ അപ്പം എന്തായിരിക്കും? തീർച്ചയായിട്ടും അവൻ വാവിട്ട് നിലവിളിച്ച് കൊണ്ട് അവൻ ഒരുപക്ഷെ ആ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, ആ കുരിശിൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ടാവണം. പിന്നീട് അവൻ സുവിശേഷകനുമായി മാറിയിട്ടുണ്ടാവണം,
അപ്പോൾ ഇതൊരു ഇതാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇത് എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം ഇതുകൊണ്ടിട്ടും കൂടിയാണ്. അത് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ തിന്മ ഏറ്റെടുക്കുന്ന ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പല പ്രാവശ്യവും നമ്മുടെ ഈ കൂട്ടായ്മയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും ഈ ഒരു അവസ്ഥയിൽ അത് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഞാനത് ഓടിച്ച് ചുരുക്കി പെട്ടെന്ന് പറയാം. ഞാൻ ബസ്സിൽ ഇവിടെ ഈ എറണാകുളം സിറ്റിയിൽ ബസ്സിൽ ജോലി ചെയ്തിരുന്നൊരു കാലഘട്ടമുണ്ട്. ലൈൻ ബസ്സിൽ ജോലി ചേരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ ടൈമിൽ അന്ന് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ മദ്യമൊക്കെ മേടിച്ച് നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. മദ്യം മേടിച്ചിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് വണ്ടി കയറി പോകുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു ആളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവനും കൂടി ഒരു വാക്ക് തർക്കം ഉണ്ടാകുകയും പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ വേറെ ഇതൊന്നുമില്ല, അപ്പോൾ വാക്ക് തർക്കം. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ബസ് ഇടക്കൊച്ചി റൂട്ടാണ്, ഇടക്കൊച്ചി ചിറ്റൂർ ഫെറി റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിൽ പാമ്പായി മൂല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പള്ളുരുത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഇടക്കൊച്ചി എത്തണേക്ക് മുന്നേ. അപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവൻ ഈ വഴക്കുണ്ടാക്കിയേക്കണത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പിന്നീട് മനസ്സിൽ കണ്ടു, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വിഷയം ഉണ്ടായേക്കും, ഉറപ്പാണ്. കാരണം ഈ ആൾ അവിടെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലാണ് നമ്മുടെ ബസ് ഓടുന്നത്. അപ്പോൾ മനസ്സിൽ കണ്ടതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ പഷ്ണിത്തോട് പാലം, പള്ളുരുത്തി ഭാഗം കഴിഞ്ഞ പഷ്ണിത്തോട് എന്ന് പറഞ്ഞിട്ടൊരു പാലമുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് പറയണതെന്ന് വെച്ചാൽ അത് എന്താണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അതിലെന്തോ കാര്യമുണ്ട്. അപ്പോൾ പഷ്ണിത്തോട് എന്ന് പറഞ്ഞ പാലം ഇറങ്ങി വരുമ്പോൾ പിന്നെ അക്വിനാസ് എന്ന് പറഞ്ഞ കോളേജാണ് വലതുവശത്ത്, അക്വിനാസ് കോളേജ്. അതിൻ്റെ ഇടതുവശത്താണ് ബസ് സ്റ്റോപ്പ്, എൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ അരണ്ട വെളിച്ചത്തിൽ ബസ്സിൻ്റെ ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഞാൻ കാണുകയാണ് അവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ഒരു 10ഓളം ആൾക്കാർ അവിടെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയോ ഇവൻ്റെ മുഖമാണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് ഇല്ലേ, മനസ്സിലാക്കാനൊന്നുമില്ല, അവന്മാരവിടെ നമ്മളെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഈ കവിത സാഹിത്യം, കവിതയൊക്കെ നോവലൊക്കെ വായിച്ചവർക്കറിയാം, കൊള്ളിയാൻ മിന്നി എന്നൊക്കെ പറഞ്ഞ് കവിതാകാരൻ സാഹിത്യകാരൻ ഇങ്ങനെ എഴുതി വെക്കും, ഒരു കൊള്ളിയാൻ മിന്നി അവൻ്റെ ഹൃദയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാണ്. കൊള്ളിയാൻ മിന്നണേണ്, ഒരു മിന്നൽ പോവാണ് നമ്മുടെ തലച്ചോറിലൂടെ, അപകടം, മനസ്സിലായോ? അപ്പോൾ എന്താണ് അവന്മാർ ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മുടെ ഈ കൂടെയുള്ള കണ്ടക്ടർ അവനാണെങ്കിൽ ഒരു പഞ്ചപാവമാണ്. അവന് മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഭയങ്കരമായിട്ട് വെറുതെ പോയിട്ട് വിഷയം ഉണ്ടാക്കും. പക്ഷേ അല്ലെങ്കിൽ വളരെ പഞ്ചപാവമാണ് അവൻ. അപ്പോൾ അവനിട്ട് തല്ലുകൊള്ളുക എന്ന് പറയണത്, എൻ്റെ മുമ്പിൽ വെച്ച് തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങാട് സ്വീകരിക്കാൻ പറ്റണ ഒരു സിറ്റുവേഷനല്ല, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ ഉടനെ ഇതൊക്കെ നിമിഷം നേരങ്ങളാണ് കേട്ടോ. ഉടനെ ഞാനിവനോട് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ഇവനൊരു കണ്ടക്ടർ, പിന്നെ മറ്റൊരു കണ്ടക്ടർ ഉണ്ട്. അപ്പം ഞാൻ ഗ്യാപ്പിന് പോകുമെന്ന് പറയും. ഈ ബസ്സിൻ്റെ മുമ്പിലെ നമ്മൾ ടൈമിന് പറഞ്ഞു വിടണം, അതിന് ഗ്യാപ്പിന് പോവുക എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്യൂട്ടിയാണ് എനിക്ക്. അപ്പോൾ ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ ഗ്യാപ്പിന് പോയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത, എൻ്റെ മുമ്പിൽ വെച്ച് ഇവനെ തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഇവൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഒരു കാരണവശാലും നീ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, മനസ്സിലായേ? ഒരു കാരണവശാലും നീ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. പിന്നെ ഡ്രൈവറിനോട് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വണ്ടി, അപ്പോൾ 2 സ്ത്രീകൾ ഇറങ്ങാനുണ്ട്, അല്ലെങ്കിൽ നിർത്താണ്ട് പോകാമായിരുന്നു. ഈ അക്വിനാസ് കോളേജിൻ്റെ മുമ്പിൽ ഈ പഷ്ണിത്തോട് പാലം ഇറങ്ങി ചെല്ലുന്ന ബസ് സ്റ്റോപ്പിൽ 2 സ്ത്രീകൾ ഇറങ്ങാനുമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. അപ്പോൾ ഇവരിറക്കാണ്ട് പോകാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, വണ്ടി ഇവരിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ബെല്ലടിക്കും, വണ്ടി അപ്പം തന്നെ എടുത്തോളണം, മനസ്സിലായി? വണ്ടിയിലോട്ട് ആരും കയറരുത് അവിടെ അപ്പം ഞാൻ ഈ സെക്കൻഡുകൾ വളരെ 1 മിനിറ്റൊക്കെ നമുക്കുള്ളൂ. ആ മിനിറ്റ് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഡ്രൈവറിനോട്, ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ വിഷയം, അവന്മാർ അവിടെ നിൽക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം പോയിക്കോളണം, രാജേഷിനെ തല്ലാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അവന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പോൾ എന്നാൽ ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഈ സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങലും ഡബിൾ ബെല്ലടിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇവന്മാരെന്നെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി. മനസ്സിലായി? ഇവന്മാരെങ്ങാട് എന്നെ വലിച്ചുകൊണ്ട് പോയി. ഭാഗ്യത്തിന് ഇവന്മാർ വണ്ടിയിലോട്ട് കയറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോളാൻ പറഞ്ഞു. വണ്ടി എടുത്തു. അങ്ങനെ എന്നെ കുറേ ഇവന്മാർ തല്ലി. മനസ്സിലായി? അപ്പം ഇതാണൊരു കഥ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു കഥയായിട്ട് ഇത് തോന്നും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ തല്ല് കൊള്ളേണ്ടത് ആരായിരുന്നു? സത്യത്തിൽ ആ തല്ല് കൊള്ളേണ്ടത് ആരായിരുന്നു? ആ തല്ല് കൊള്ളേണ്ടത് രാജേഷ് എന്ന് പറഞ്ഞ കണ്ടക്ടറാണ് തല്ല് കൊള്ളേണ്ടത്. എൻ്റെ സുഹൃത്തായ രാജേഷ് എന്ന് പറഞ്ഞ കണ്ടക്ടർ. പക്ഷേ അവൻ്റെ ആ തല്ല് കൊള്ളൽ, അവനിട്ട് കൊള്ളേണ്ട ആ ശിക്ഷ ഇല്ലേ, അവൻ ചെയ്ത തെറ്റാണത്. അവനൊരാവശ്യമില്ല അത് അങ്ങനെ അവിടെ ഒരു വിഷയം ഉണ്ടാക്കേണ്ടത്. പക്ഷെ അവൻ അങ്ങനെ ചെയ്തു. അപ്പം അത് ചെയ്ത ഒരു തെറ്റ്, ആ തെറ്റിന്മേലൊരു ശിക്ഷ ലഭിക്കുകയാണ്. പക്ഷെ ആ ശിക്ഷ റദ്ദാക്കപ്പെട്ടിട്ടില്ല. ആ ശിക്ഷ കിട്ടി. ആ ശിക്ഷ കിട്ടിയത് അവൻ തെറ്റ് ചെയ്ത ആൾക്കല്ല. ശിക്ഷ കിട്ടിയത് തെറ്റ് ചെയ്ത ആൾക്കല്ല. പക്ഷേ മറ്റൊരാൾ ആ തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുകയാണ്. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റണത്. മറ്റുള്ളവരുടെ തിന്മ നമുക്ക് വഹിക്കാൻ പറ്റും. അവർ ചെയ്ത തിന്മയ്ക്കുള്ള ശിക്ഷ നമുക്ക് വഹിക്കാൻ പറ്റും. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായി? ഇങ്ങനെ തിന്മ ഏറ്റെടുത്തൊരു ജീവിതമായിരുന്നു എൻ്റെ ഓൾമോസ്റ്റ് ഭൂരിഭാഗം പറയാനുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ? മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചന പ്രാർത്ഥനയാണ്. അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ. എന്നിട്ട് 112-ാമത്തെ ഈ ബറാബാസിൻ്റെ ഒരു കാര്യം കൂടി പഠന ബൈബിളിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം അല്ലേ 15-ാം അധ്യായം 7-ാമത്തെ വചനമൊന്ന് ഞാൻ വായിക്കുന്നതാണ്. അപ്പോൾ അത് ആ 7-ാമത്തെ വചനത്തിൻ്റെ ഫുട് നോട്ട്, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ്റെ ഭാഗത്ത് അടിയിൽ ആ വചനത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ വചനം വായിക്കാം. മർക്കോസ് 15:7, പഠന ബൈബിളിൽ നിന്നും മർക്കോസ് 15:7 വചനം, 15-ാം അധ്യായം 7-ാമത്തെ വചനം. അല്ലെങ്കിൽ 6 മുതൽ വായിക്കാം അല്ലേ. ആവശ്യപ്പെടുന്ന അതായത് തിരുനാൾ ദിവസത്തിൽ അല്ലേ ഒരു തടവുകാരനെ വിട്ടുകിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു അന്നത്തെ ആ കാലത്ത് ആ പ്രദേശത്ത് അല്ലേ അവിടെ. അപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ അവർക്കായി തിരുനാളിൽ മോചിപ്പിക്കുമായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ വിപ്ലവകാരികളോടൊപ്പം ബറാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരുവൻ ബന്ധിതനായി തടങ്കലിൽ ഉണ്ടായിരുന്നു. അപ്പം അത് ബറാബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പോൾ ബറാബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ക്രിസ്തു എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് 15:7 എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പഠന ബൈബിളിൽ ആ ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കി. ബറാബാസ് പിതാവിൻ്റെ പുത്രൻ എന്നാണ് അരമായ വാക്കിൽ വരുന്ന അർത്ഥം. അതൊരു അരമായ വാക്കാണ്. ആ അരമായ വാക്കിനർത്ഥം എന്തെന്നാണ്? ബറാബാസ് എന്ന് പറഞ്ഞത് ഒരു അരമായ വാക്കാണ്. ആ അരമായ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പിതാവിൻ്റെ പുത്രൻ എന്നാണ്. പിതാവിൻ്റെ പുത്രൻ എന്നർത്ഥം വരുന്ന ഒരു അരമായ നാമമാണത്. പിതാവിൻ്റെ യഥാർത്ഥ പുത്രനായ നിഷ്കളങ്കനായ യേശുവിന് പകരം, കണ്ടോ, പിതാവിൻ്റെ യഥാർത്ഥ പുത്രനായ നിഷ്കളങ്കനായ യേശുവിന് പകരം കുറ്റവാളിയായ ബറാബാസിനെ വിട്ടയക്കപ്പെടുന്നു. കണ്ടോ, മനസ്സിലായോ? ഇവിടെ ബറാബാസിന് ശിക്ഷയുണ്ട്. മനസ്സിലായോ? ബറാബാസിൻ്റെ ശിക്ഷ ഒരിക്കലും പിൻവലിക്കപ്പെടുന്നില്ല. മനസ്സിലായോ? പക്ഷേ അത് അവനിൽ നിന്ന്, ബറാബാസ് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ശിക്ഷ പിൻവലിപ്പിക്കപ്പെട്ടു. പക്ഷെ അത് ആരെ ഏറ്റെടുത്തു? മനസ്സിലായോ? അത് ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ്. അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ. അപ്പോൾ 112-ാമത്തെ നമ്പർ ഇട്ടിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:34, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:34 ഒന്ന് വായിക്കട്ടെ കേട്ടോ.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:34. അപ്പം മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? 1 യോഹന്നാൻ 2:1. 1 യോഹന്നാൻ 2:1. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വചനം എന്താണ്? നമ്മുടെ മധ്യസ്ഥൻ, അത് തലക്കെട്ടാണ്, ഹെഡ്ലൈനാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ, കണ്ടു, എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വചനം. പിന്നെ 1 തിമോത്തി 2-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. അപ്പം 1 മുതൽ 1 തിമോത്തി 2-ാം അധ്യായം 5 മുതൽ 8 വരെയാണ്. പക്ഷെ ഞാൻ 1 മുതൽ വായിക്കുകയാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ ഞാൻ വായിക്കുകയാണ്. 5 മുതൽ 8 വരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ 1 മുതൽ. അപ്പോൾ ഇവിടെ എല്ലാം പ്രാർത്ഥനയെക്കുറിച്ച് നിർദ്ദേശം, അല്ലേ മധ്യസ്ഥം വഹിക്കുക, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാക്കത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതിയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നതിനെക്കുറിച്ചുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് തിമോത്തിയോസിനും അവിടുത്തെ സഭ ആൾക്കാർക്കും വേണ്ടി പൗലോസ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊന്നും കൂടി വായിക്കട്ടെ. 2634-ാമത്തെ ഖണ്ഡികയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ. അത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ്. അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നത്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്കും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അതെങ്ങനെയാണ് എന്നേക്കും രക്ഷിക്കാൻ കഴിവുണ്ട്? മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ വലിയ അർത്ഥമാണ്. മനസ്സിലായോ? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്കും രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ, എന്നേക്കും എന്ന് പറഞ്ഞാൽ അവൻ നിത്യനാണ്. കണ്ടോ? യേശു ദൈവമാണ്. ദൈവം ആരാണ്? അനന്തനാണ്, നിത്യനാണ്. അതുകൊണ്ട് എന്നേക്കും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്കും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിത്യം ജീവിക്കുന്നവനായ അവൻ, കണ്ടോ, അതാണ് നിത്യം. കണ്ടോ, നിത്യം ജീവിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അവനാ നിത്യപുരോഹിതനായിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നിത്യമായി മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും. മനസ്സിലായോ? നിത്യനായ ദൈവം, നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കണ്ടോ? നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാണ്? ഈ പാപികൾക്കും ചുങ്കക്കാർക്കും വേണ്ടി. ഒരു വചനം തന്നെ അങ്ങനെ പറയുകയാണ്. എന്താണ്? പാപികളും ചുങ്കക്കാരുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. മനസ്സിലായി? പാപികളും ചുങ്കക്കാരും. ഇപ്പം മത്തായിനെയൊക്കെ വിളിച്ചത് ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് മത്തായിനെ വിളിക്കണേ. അപ്പം അവരൊന്നും അത്ര വലിയ ആ പ്രദേശത്ത് അത്ര എല്ലാവരും
അത്ര സുഖമുള്ള ആൾക്കാരായിരുന്നില്ല അല്ലേ, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നില്ല. അതേപോലെ സക്കേവൂസ്, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. അപ്പോൾ സക്കേവൂസ് മാത്രം അല്ലേ അവിടെ പ്രദേശത്ത് അവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ ഇവരെല്ലാം കർത്താവ് വിളിക്കുകയാണ് പാപികൾക്ക് വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി. അപ്പോൾ നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം മുഴുവനും വേണ്ടി. പക്ഷെ അതിൽ പ്രത്യേകമായിട്ട് എന്തുണ്ട് പാപികൾക്ക് വേണ്ടി എന്നത് ഒരു തിരിച്ചറിവാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, ഈശോ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പ്രത്യുത ആരെ വിളിക്കാനാണ് വന്നത്? പാപികളെ തേടിയാണ് ഞാൻ വന്നത്. രോഗികൾക്ക് ആണ് അല്ലേ വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പോൾ പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ പാപികൾ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു, അല്ലെ ഘടകമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവനും നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയട്ടെ, ഈ മധ്യസ്ഥം വഹിക്കുന്നത് എങ്ങനെയാണ് ഈശോ മധ്യസ്ഥം വഹിക്കണത്? എങ്ങനെയാണ് പിതാവിനോട് മധ്യസ്ഥം വഹിക്കണം? ഈ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കണുണ്ടല്ലോ, അതെങ്ങനെയാണ്? അതായത് തൻ്റെ പെസഹ രഹസ്യത്തെ, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്ന ഈ പെസഹ രഹസ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈശോ പിതാവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണത്? മധ്യസ്ഥം വഹിക്കുന്നത് ഇടനിലക്കാരനെ. കണ്ടോ, ഞാൻ ഇല്ല ഈ ബറാബാസിന് വേണ്ടി കൂടിയാണ് കണ്ടോ ഇതെല്ലാം ഞാൻ അനുഭവിച്ചത്. അപ്പം ഈശോൻ്റെ ഈ തിരുമുറിവുകൾ, ഈ പെസഹ രഹസ്യത്തിലൂടെ അവൻ കടന്നു പോയപ്പോൾ അവന് കിട്ടിയ ആ മുറിവുകൾ പിതാവിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൻ ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് മനുഷ്യവംശത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം അതിന് മൂല്യം കൂടും. മനസ്സിലായോ? അപ്പോൾ അതാണ് നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. 113. ഈ 113 എന്ന് പറയുമ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. അപ്പോൾ അവിടെ അതും പഠന ബൈബിളിൽ നിന്ന് തന്നെ ഞാനൊന്ന് വായിക്കാം. പഠന ബൈബിളിൽ നിന്ന് തന്നെ ഒന്ന് വായിക്കാം കേട്ടോ. 7:25 എന്താണ്? 7:25 എന്താ പറയണേ? ഇതിനാൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എന്നേക്കും ജീവിച്ചുകൊണ്ട്, കണ്ടോ, ഇതിനാൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എന്നേക്കും ജീവിച്ചുകൊണ്ട്, കണ്ടോ, എന്നേക്കും ജീവിച്ചുകൊണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിയും. അപ്പോൾ അതിൻ്റെ ഫുട്നോട്ട്, അതിൻ്റെ ആ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് വന്നേ. 7:25 അതിൻ്റെ ഫുട്നോട്ട് പഠന ബൈബിളിൽ നിന്ന് എടുക്കുമ്പോൾ നോക്കിയേ. മാധ്യസ്ഥം വഹിക്കാൻ എന്ന വാക്കിനെ കുറിച്ച് അവിടെ വിവരിക്കുന്നത് കണ്ടോ? എന്താണ്? എൻറ്റുഗാനോ എന്ന ഗ്രീക്ക് പദം, അതായത് മാധ്യസ്ഥം വഹിക്കുക എന്നുള്ള എൻ്റെ ഗ്രീക്ക് പദമാണ് എൻറ്റുഗാനോ എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ടോ? മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷിക്കുക. മാധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷിക്കുക. അപ്പോൾ വെറുതെ ഉള്ളൊരു മാധ്യസ്ഥം വഹിക്കലല്ല, വെറുതെ വന്നിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുകയല്ല. അവൻ്റെ ശിക്ഷയും അല്ലേ, അവൻ്റെ പാപം, ശിക്ഷ, അതിൻ്റെ ശാപവും എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടാണ് ആ വന്ന് നിന്നിട്ട് പറയണേ. മനസ്സിലായേ? പിതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് വലതുവശത്ത് ഇരുന്നിട്ട് പറയണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു മാധ്യസ്ഥം വഹിക്കുന്നു എന്നത് അവിടുത്തെ ജീവിത മരണ ഉദ്ധാനങ്ങളുടെ, കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ പെസഹ രഹസ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവൻ പിതാവിൻ്റെ മുമ്പിൽ ഇടനിലക്കാരനായിക്കൊണ്ട് നിന്ന് മധ്യസ്ഥം വഹിക്കുന്നത് മനുഷ്യവംശം മുഴുവനും വേണ്ടി. മനസ്സിലായോ? അവൻ്റെ ജീവിത മരണോദ്ധാനങ്ങളുടെ അനുഗ്രഹങ്ങൾ എങ്ങനെ വിശ്വാസികളിൽ എത്തുന്നു എന്നതിന് ഉത്തരമാണിത്.
കണ്ടോ എങ്ങനെ വിശ്വാസികളിൽ എത്തുന്നു. അവൻ ഈ കടന്നുപോയ പെസഹ രഹസ്യം ഉണ്ടല്ലോ, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്ന പെസഹ രഹസ്യം അവൻ അനുഭവിച്ചതിലൂടെ ലഭിച്ചിരിക്കുന്ന കൃപകളും ഫലങ്ങളും അത് വിശ്വാസികളായ നമ്മളിലേക്കും മനുഷ്യവംശം മുഴുവനിലേക്കും തന്നെ എത്തേണ്ടതുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പം അതെന്താണ്, അതെങ്ങനെയാണ്? അപ്പം അത് ഇങ്ങനെയാണ്. എങ്ങനെ? മധ്യസ്ഥം വഹിക്കുകയാണ് അവൻ. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് അവൻ മനുഷ്യവംശം അല്ലെങ്കിൽ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എന്ത് പറഞ്ഞുകൊണ്ടാണ്? ജീവിത മരണ ഉദ്ധാനങ്ങളുടെ ആ കെയർ ഓഫ്, അതാണ് അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ എന്താണ് എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പോൾ ക്രിസ്തു മധ്യസ്ഥം വഹിക്കുന്നു എന്നത് അവിടുത്തെ ജീവിത മരണ ഉദ്ധാനങ്ങളുടെ അനുഗ്രഹങ്ങൾ എങ്ങനെ വിശ്വാസികളിൽ എത്തുന്നു എന്നതിന് ഉത്തരമാണ്. എന്ത്? മാധ്യസ്ഥം വഹിക്കുക. മനസ്സിലായി? അത് പഠന ബൈബിളിൽ നിന്നാണ് ഞാനിപ്പോൾ വായിച്ചത്. ആ ഹെബ്രായർ 7:25 വചനം ഭാഗത്തിൻ്റെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇത് വായിച്ചതാണ്. അപ്പോൾ ഞാൻ 2634 ഒന്നും കൂടി വായിക്കട്ടെ. CCCന്ന് മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചനാ പ്രാർത്ഥനയാണ്. അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്കും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടിയും. പരിശുദ്ധാത്മാവ് റോമർക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 വചനങ്ങളൊക്കെ അല്ലെ, 26, 27, 28 അവിടെയൊക്കെ ഈ ഭാഗത്ത് എന്ത് പറയുന്നുണ്ട്? ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടിയും ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കുന്നു. 114 ആ വചനം തന്നെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ റോമ 8:26 കോട്ട് ചെയ്തേക്കണേ. ഞാനത് ശ്രദ്ധിക്കാണ്ടാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടിയും ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പം നമ്മൾ ആ വചനം എടുക്കേണ്ടതില്ലല്ലോ, നമുക്ക് അല്ലേ, കാണാപ്പാടമല്ലേ. അപ്പോൾ 432 സൈഡ് ഖണ്ഡിക അല്ലേ, 2634 സൈഡ് ഖണ്ഡിക 432 എടുത്തേ. 432 വായിക്കട്ടെ. 432 കേട്ടോ. പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത്. അന്തർഭവിച്ചിരിക്കുന്ന, അതായത് ഉൾക്കൊണ്ടിരിക്കുന്ന, ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന അല്ലേ. പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ശരിക്കും 430 നമുക്ക് വായിച്ചാൽ അറിയാം യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്. ഹീബ്രു വാക്കിൽ ഭാഷയിൽ അല്ലേ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ആ യേശു എന്ന നാമത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് 430 മുതൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖണ്ഡിക ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുമായിട്ട് നമ്മളിപ്പോൾ വായിച്ച 2634 ഖണ്ഡികയുമായിട്ട് ബന്ധം വരുന്നത് ഈ യേശു എന്ന നാമം. മനസ്സിലായോ? യേശു എന്ന നാമം മാത്രമാണ് രക്ഷിക്കാൻ സാധിക്കുന്നത് മനുഷ്യവംശത്തെ, ലോകത്തെ. അപ്പോൾ അതല്ലെങ്കിൽ പാപം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ സാധിക്കുക യേശു എന്ന നാമത്തിന് മാത്രമാണ്.
പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ കണ്ടോ, ആ മനുഷ്യപുത്രന്റെ എന്താണ് വ്യക്തിത്വത്തിൽ തന്നെ എന്തുണ്ട് അന്തർഭവിച്ചിരിക്കുന്നു? എന്ത്? യേശു എന്ന നാമം, യേശു എന്ന ദൈവനാമം. മനസ്സിലായോ? രക്ഷകൻ, ദൈവം രക്ഷിക്കുന്നു, അതാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ. അത് 430 അത് കേട്ടോ. അതവിടെ നിങ്ങൾ പിന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇപ്പം നമ്മൾ 432. പക്ഷെ അത് എന്താണ് അതിൻ്റെ അല്ലേ, അതിൻ്റെ ആ വിവരണം എന്തൊക്കെയാണ്? യേശുവിൻ്റെ നാമത്തെയാണ് ഇവിടെ കൂടുതൽ എടുത്തു കാണിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. യേശു എന്ന നാമത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അവനാണ് പാപങ്ങൾ ഏറ്റെടുക്കുന്നവൻ, രക്ഷ നൽകാൻ കഴിയുന്നവൻ എന്നൊക്കെയുള്ള വിവരണമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. 432 വായിക്കണേ. എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ചപേക്ഷിക്കാം. കണ്ടു, എല്ലാ മനുഷ്യർക്കും, മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമല്ല അല്ലേ, എല്ലാ മനുഷ്യർക്കും എന്ത് ചെയ്യാം? യേശു എന്ന ദിവ്യനാമം വിളിച്ചപേക്ഷിക്കാം. എന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം എഴുതിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോണത്. നമ്മളെപ്പോഴും പറയാറുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ്. എന്തെന്നാണത്? ശ്രദ്ധിച്ചോ. മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ഇരിക്കും, ഇരുന്നേക്കാം എന്നൊന്നുമല്ല, ഇരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇരുന്ന് കഴിഞ്ഞു. മനസ്സിലായ? അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. മനസ്സിലായ? മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ മനുഷ്യരുമായി. അപ്പോൾ ഇത്തിരി ഇന്ന മനുഷ്യരെന്നല്ല, ഈ മാമോദിസ സ്വീകരിച്ച അല്ലെങ്കിൽ യഹൂദർ മാത്രം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം, അല്ലെങ്കിൽ പള്ളിയിൽ പോണവർ മാത്രം, അല്ലെങ്കിൽ കൽപ്പനകൾ പാലിക്കണം, അങ്ങനെ മാത്രമല്ല. മനസ്സിലായി? ഇസ്രായേൽ ജനം അങ്ങനെയല്ല. ആരൊക്കെയാണ്? സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ടോ? മനുഷ്യാവതാരത്തിലൂടെ. ആ അർത്ഥത്തിലാണ് ലത്തീൻ ആരാധനക്രമത്തിൽ റോമൻ മിസൽ എന്ന ആ ലിറ്റർജി പുസ്തകത്തിൽ, ആ ബലിപീഠത്തിൽ ഉപയോഗിക്കുന്ന ലിറ്റർജി പുസ്തകം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും കാണിച്ചിട്ട് പിന്നെ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനത് പാക്ക് ചെയ്ത് വെച്ചേക്കണാണ്. അപ്പോൾ അതിൽ 510 പേജ് നമ്പറിൽ എഴുതിയിരിക്കുകയാണ്. എന്തെന്ന് എഴുതിയിരിക്കണേ? അത് ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. അതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് കിട്ടുക പെട്ടെന്ന്. എന്താണ്? കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. കണ്ടോ? കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായി അനുരഞ്ജിപ്പിക്കുകയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ്, നിന്റെ പീഡാനുഭവത്തിലൂടെ നീ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ്, നിന്റെ ഉദ്ധാനത്തിലൂടെ നീ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും. നാലാമത്തതാണ്, നിന്റെ സ്വർഗാരോഹണത്തിലൂടെ നീ ഞങ്ങൾക്കായി സ്വർഗം തുറന്നു തരികയും ചെയ്തു. അതിനാൽ എല്ലാ മാലാഖമാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളോടും സകല വിശുദ്ധരോടുമൊത്ത് ഞങ്ങളും ആലപിക്കുന്നു, ഓശാന. മനസ്സിലായോ? എന്താണ് പറയാൻ കാരണം? എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ചപേക്ഷിക്കാം. കാരണം മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ആ ആമുഖഗീതിയാണ് ഇപ്പോൾ പറഞ്ഞത് ലത്തീൻ ആരാധനക്രമത്തിലെ. ആ ആമുഖഗീതി 510 പേജ് നമ്പറിലെ ആമുഖഗീതിയിൽ ആ ഫസ്റ്റ് ലൈൻ തുടങ്ങണത് എന്തെന്നാണ്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇപ്പം എന്തിനാണ് ആമുഖഗീതി ഇപ്പോൾ പറഞ്ഞത്? അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്താണ് പറഞ്ഞത്? കർത്താവെ, നിന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. ആരുമായിട്ട് അനുരഞ്ജിപ്പിച്ചു? മനുഷ്യവംശത്തെ മുഴുവൻ മനുഷ്യാവതാരത്തിലൂടെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിച്ചു. അതാണ് ആദ്യത്തെ സെന്റൻസ് ആമുഖഗീതിയിൽ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
റോമൻ മിസ്സിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ അല്ലേ വൈദികരുടെ അനുവാദത്തോടെ കിട്ടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ 510 പേജ് നമ്പറിലുള്ള 510 പേജ് നമ്പർ ആമുഖഗീതി അതെടുത്ത് വായിച്ച് നോക്കിക്കോ. അവിടെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ അവിടെ എഴുതിയേക്കണത് ഇങ്ങനെ കറക്റ്റ് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവില്ല പെട്ടെന്ന്. മനസ്സിലായോ? മനസ്സിലാകുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ നോക്കി അത് എക്സാക്റ്റ് ഇങ്ങനെ തന്നെ അല്ല എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കണത്. മനസ്സിലായത്? പെട്ടെന്നത് മനസ്സിലാവില്ല, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ആ ജ്ഞാനത്തിലൂടെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ചപേക്ഷിക്കാം, കാരണം മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ്വ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ അല്ലേ, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ വചനമല്ലേ ഇത്? ഉണ്ടോ? ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതാണ് യേശു എന്ന നാമമല്ലാതെ. അപ്പോൾ യേശു എന്ന നാമം എന്ന വാക്കിനർത്ഥം എന്താണ്? ആ വാക്കിനർത്ഥമാണ് ദൈവം രക്ഷിക്കുന്നു എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കുന്നു? സഭയുടെ പ്രബോധനത്തിലൂടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 430-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശു എന്ന വാക്കിനർത്ഥം അത് ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ആ നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും 2634 തന്നെ പോകാം. അവിടെ ഒന്നും കൂടി അത് വായിക്കണം. അതൊന്നും കൂടി വായിക്കട്ടെ. അപ്പോൾ ഈ മധ്യസ്ഥം, യേശുക്രിസ്തു പിതാവിനോട് മധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ എങ്ങനെ അവിടെ ആ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി എന്തെല്ലാം അവൻ കടന്നുപോയി എന്നുള്ളതാണ്. മനസ്സിലായോ? വെറുതെ അങ്ങോട്ട് പോയിട്ട് മധ്യസ്ഥം വഹിക്കാമല്ലോ. അങ്ങനെ വഹിക്കാൻ അങ്ങനെ വഹിച്ചാലും അതിൻ്റെ കാതലായ ഒരു അവസ്ഥ വരില്ലല്ലോ. ആ മൂല്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? പെസഹ രഹസ്യം യേശുക്രിസ്തു അനുഭവിച്ച് കടന്നു പോകണം. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള മധ്യസ്ഥത്തിനാണ് വാല്യൂവും മൂല്യവും അല്ലേ? അപ്പോൾ ഞാൻ വീണ്ടും വായിക്കുകയാണ് 2634. മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചന പ്രാർത്ഥനയാണ്. അപ്പം നമ്മളെ എങ്ങനെയാണ് യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയോട് നമ്മളെ അനുരൂപരാക്കുന്നത്? നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലേ, നമ്മൾ ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇടനിലക്കാരനായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ആ പ്രാർത്ഥനയോട് നമ്മളും അനുരൂപരാക്കപ്പെടുന്നു. അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മാധ്യസ്ഥം വഹിക്കുന്നവൻ, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒരു കാര്യം കടന്നുവരാണ്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ എന്ന് വായിച്ചു പോയപ്പോഴേ ഞാനത് വായിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താണ് മാക്സിമിലിയൻ കോൾബെ, അവൻ്റെ അല്ലേ, ആ വിശുദ്ധൻ്റെ പേരിങ്ങനെ ഈ CCCയുടെ പൊക്കത്ത് കൂടി ഇങ്ങനെ ഓടിപ്പോണ പോലെ ഞാൻ കാണുകയാണ്. മാക്സിമിലിയൻ കോൾബെ, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അല്ലേ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ആ ജയിലിൽ അല്ലേ അടക്കപ്പെട്ടു. ക്രൈസ്തവരെയൊക്കെ അല്ലേ ജൂതന്മാരെ കൊല്ലുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ അവിടെ ആ ജയിലിലായിരിക്കുന്ന സമയത്തും തടവുകാരെ എല്ലാം ഈ മാക്സിമിലിയൻ കോൾബെ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു, കുമ്പസാരി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ അവിടെ ആ ജയിലിൽ നിന്ന് ഒരു തടവുകാരൻ ചാടിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരാൾ ചാടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ? മറ്റു 10 പേരെ, അതിപ്പോൾ എനിക്ക് വലിയ ഓർമ്മ കിട്ടണില്ല, 10 പേരെയാണെന്ന് തോന്നണു. അങ്ങനെ അവർ ശിക്ഷ ഏറ്റെടുക്കണം, വധിക്കും അവരെ. വെറുതെ എന്തെങ്കിലും ചൂരലിനടിയൊന്നുമല്ല. മനസ്സിലായോ?
ഇപ്പം ഈ എറണാകുളം അല്ലേ നമ്മുടെ കേരള ജയിലുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ചൂരലിനടിയൊന്നുമല്ല, കൊന്നുകളയും. അതാണ് ഹിറ്റ്ലറിൻ്റെ ഓർഡർ. അപ്പോൾ ഇപ്പോൾ എന്തു ചെയ്യും? അപ്പം അങ്ങനെ വിളിച്ചവരെ അങ്ങനെ തിരഞ്ഞെടുത്തു കൊല്ലാൻ വേണ്ടി, വധശിക്ഷയ്ക്ക് അല്ലേ. ഒരാൾ ചാടിപ്പോയി, അപ്പോൾ മറ്റു ഇത്ര പേര് വധിക്കപ്പെടണം. അപ്പോൾ അവരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു യുവാവ് കിടന്ന് കരയാൻ തുടങ്ങി, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും എല്ലാം എന്നെ കാത്തിരിക്കുകയാണ്, ഞാനിവിടെ നിന്ന് പോകുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞിട്ട് ഇവൻ വാവിട്ട് നിലവിളിക്കുകയാണ്. പക്ഷേ നിവർത്തിയില്ല, അവൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഈ ശിക്ഷാവിധിയിലേക്ക്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഇരിക്കെ മാക്സിമിലിയൻ കോൾബെ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയണം, വെയിറ്റ്, നിങ്ങൾ അവനെ വധിക്കാൻ വരട്ടെ, അവന് വേണ്ടി ഞാൻ വധിക്കപ്പെട്ടോളാം, എനിക്ക് വീട്ടിലാരും കാത്തിരിക്കാൻ ഇല്ല. മനസ്സിലായോ? അവന് വേണ്ടി ഞാൻ മരിച്ചോളാം, അവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം, പോരെ? അപ്പോൾ അത് ജയിലധികൃതർക്കും അത് അവരും സ്വീകരിച്ചു. അങ്ങനെ ആ യുവാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചു? മാക്സിമിലിയൻ കോൾബെ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതാണ്, അവിടുന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥം വഹിക്കുന്നവൻ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്കും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിത്യം ജീവിക്കുന്നവനായ അവൻ. അപ്പോൾ നിത്യം ജീവിക്കുന്നവനായ അവൻ, അതായത് ഈശോയാണത്. നിത്യം ജീവിക്കുന്നവനായ അവൻ്റെ പെസഹാരഹസ്യവും നിത്യമാണ്. മനസ്സിലായോ? നിത്യം ജീവിക്കുന്നവനായ യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പെസഹാരഹസ്യവും നിത്യമാണ്. നിത്യം ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പം അതുകൊണ്ട് അവൻ്റെ മധ്യസ്ഥം നിത്യമായിട്ട് അവനെ പിതാവിനോട് വഹിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടിയും ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. കർത്താവേ, ജ്ഞാനം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. കർത്താവേ, ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒന്ന് കട്ട് ചെയ്യട്ടെ.